പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഒരാഴ്ചയോട് വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ തൊക്കണം. അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ധൈര്യത്തിന് ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സന്നിധിയിലേക്ക് മുറ്റുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹമാക്കി തീർക്കണം, വൻ കാര്യങ്ങൾ ചെയ്യണം. യേശുമൂലം നന്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ സിസ്റ്റർ സിജി ഡെന്നിയാണ്, സൗദി അറേബ്യയിൽ നിന്ന്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലയോ? അതെ അതെ. ഓക്കെ. അന്നേരം നാട്ടിലെവിടാ ജനിച്ചു വളർന്നേക്കെ? നാട്ടിലെ പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. പത്തനംതിട്ട ചെങ്ങറ. പത്തനംതിട്ടല്ലോ. ഓക്കെ ഓക്കെ. വിവാഹം കഴിച്ച് അയച്ചേക്കുന്നത്? ഞാനിപ്പം വയനാടായിരുന്നു വിവാഹം കഴിച്ചത്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന തൃശ്ശൂരാണ്. ഓക്കെ, അങ്ങനെ തൃശ്ശൂർ വന്നതല്ലേ? ഓക്കെ ഓക്കെ. അതെ അതെ. ഓക്കെ, പ്രൈസില്. വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം, മാതാപിതാക്കളെ, സഹോദരങ്ങള്, സിസ്റ്റർ, എല്ലാവരും പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. എന്റെ ഹസ്ബൻഡ് പേര് ഡെന്നീസ് എന്നാണ്. എനിക്കൊരു മോനുണ്ട്, ഡെന്നോൾഡ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ മമ്മി ഗ്രേസി എന്നാണ് പേര്. എന്റെ വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. അവള് ജോലിയുള്ള ബന്ധത്തിൽ ഇറ്റലിയിലായിരിക്കും. വയനാട്, അതുപോലെ തന്നെ പത്തനംതിട്ട, എനിക്കൊന്നു എല്ലാം ഒരു തരം കിഴക്കൻ മലയോര സ്ഥലങ്ങൾ ഇല്ലയോ? അതെ അതെ അതെ. ഞങ്ങൾ റാന്നിക്കാരൊക്കെ ആയതുകൊണ്ട് റാന്നിയെയും കിഴക്കൻ മലയെന്നൊക്കെയാണ് പറയുന്നത്. വയനാട് കുറച്ചുകൂടെ വലിയ മല. അതെ അതെ. ഏതിന് സ്തോത്രം. ഇപ്പൊ എവിടെയാ സിസ്റ്റർ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ഞാനിപ്പോ സൗദി അറേബ്യയില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ജിദ്ദയിലാണ്. ജിദ്ദയില് ഇവിടെ ഒരു ബദേൽ ഗോസ്പൽ അസംബ്ലി എന്ന് പറഞ്ഞ ഒരു ചർച്ചിലാണ് കൂടുന്നത്. ശരി. ഒരു ഓൺലൈൻ പ്രെയർ മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ? അതെ അതെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് കണ്ടക്ട് ചെയ്താണ്, തൃശ്ശൂരിൽ നിന്നാണ് കണ്ടക്ട് ചെയ്തത്. ഞാൻ ഇവിടെ നിന്ന് ഞാനും ഹസ്ബൻഡും കൂടെ ചേർന്ന് ഇവിടെ കുടുംബമായിട്ട് ചെയ്യുന്ന മിനിസ്ട്രിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടല്ലോ, ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കണം. സിസ്റ്റർക്ക് പറയാം കേട്ടോ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കാം. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. ആസാദി TV എന്ന് അറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ, പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോഡീസിലെ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് നടത്തുവാൻ കർത്താവിന്റെ കൃപയാൽ 2023 മുതൽ കർത്താവിൻ ഇടയാക്കി. ആ ഒരു കൂട്ടായ്മയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചന സന്ദേശം പറയുവാൻ, ഞങ്ങളുടെ ഇടയിൽ എത്തുവാൻ, പ്രിയ ദേവദാസിനെ പരിചയപ്പെടുവാൻ കർത്താവ് എന്റെ ജീവിതത്തിലും ഭാഗ്യമൊരുക്കി. ഈ ഒരു ആസാദി TV എന്നറിയപ്പെടുന്ന ഈ ചാനലിലൂടെ അനേക സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. സിസ്റ്റർ സാൻഡി സിസ്റ്റർ, പ്രിയ സിസ്റ്ററിന്റെ ഒരുപാട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുവാനും അത് ഓൺലൈനായിട്ടൊക്കെ കേൾക്കുവാനും ഒക്കെ കർത്താവ് എനിക്കും ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ ദേവദാസന്റെ അനേക മെസ്സേജുകൾ കേൾക്കുവാൻ ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ നടക്കുന്ന അനേക സാക്ഷ്യങ്ങൾ ലോകമെമ്പാടുമുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസവും വിടുതലുമായിരുന്ന പോലെ പല സാക്ഷ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ടച്ചിങ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എന്നെ ഒരു പ്രാവശ്യം കൂടെ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ ഫിന്നി യോഹന്നാൻ, അതുപോലെ തന്നെ സിസ്റ്റർ സാൻഡി, രണ്ടുപേരെയും കർത്താവ് സർവകൃപാലുവായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഈ ആത്മീയ ശുശ്രൂഷ മുന്നോട്ടും ലോകമെമ്പാടും വ്യാപരിച്ച് അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും വിടുതലും കാരണമായി തീരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചെറുപ്പകാലം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങറ എന്ന സ്ഥലത്താണ്, നാടുകാണി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കൾ ക്രിസ്തീയ മാതാപിതാക്കളൊക്കെ ഞാൻ ജനിച്ചു വളർന്നപ്പെട്ട ഒരാളാണ്. എല്ലാ ആരാധനയും ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ഞാനും എൻ്റെ അനിയത്തിയുമാണ്. വളരെ ഉത്സാഹത്തോടെ പപ്പയും മമ്മിയും പങ്കെടുപ്പിക്കുമായിരുന്നു. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും നല്ല രീതിയിലുള്ള മാർക്കുകളൊക്കെ ഞാൻ കരസ്ഥമാക്കുമെങ്കിലും 6ാം ക്ലാസ് മുതൽ എനിക്ക്
ഒരു കാര്യത്തിലും ഓർമ്മ കിട്ടുന്നില്ല. പഠിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഓർമ്മയും ശ്രദ്ധക്കുറവും എന്നെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവിടയായി തീർന്നു. 10ാം ക്ലാസ് ഒരു കഷ്ടിച്ച് അവിടുന്ന് പാസ്സായി. എന്നാൽ എനിക്ക് +2 അഡ്മിഷൻ വന്ന സമയത്ത് എനിക്കൊരു സയൻസ് ഗ്രൂപ്പ് കിട്ടണം, നേഴ്സ് ആകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അവിടെ സ്തോത്രം ഞാൻ പരാജയപ്പെടുവാൻ ഇടയായി തീർന്നു. എൻ്റെ പപ്പ പല സ്ഥലത്തും എന്നെ എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടി എൻ്റെ മോൾക്ക് ഒരു ജോലി കിട്ടണമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും അവസാന നിമിഷമായപ്പോൾ എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് ഒരു സ്കൂളുകളിലും എന്നെ എടുക്കാതെയായി. അങ്ങനെ ഇരുന്നപ്പോൾ പപ്പ പലരോടും റിക്വസ്റ്റ് ചെയ്തു, എന്നാൽ അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി, അന്ന് നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവം എന്നെ കൈവിടാതെ എനിക്ക് നല്ലൊരു സയൻസ് ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ ഒരു അഡ്മിഷൻ ഒരു കോളേജിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ പഠനമൊക്കെ മുന്നോട്ട് പോയി. ഞാൻ നഴ്സിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബെല്ലായിലേക്ക് ചെല്ലുവാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരങ്ങളെ ഒരുക്കി. അവിടുത്തെ പഠനത്തിലും, ബെല്ലാരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം വെള്ളമൊന്നും ഇല്ലാത്ത പ്രത്യേക ഒരു ചില സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് കർണാടക ജില്ലയിൽ. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ചെല്ലുവാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. എന്നാൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു പ്രതീക്ഷയായിരുന്നു നല്ലൊരു ജോലി കിട്ടുമെന്ന്. പക്ഷെങ്കിൽ കാര്യമായിട്ടുള്ള ജോലിയൊന്നും പെട്ടെന്ന് എനിക്ക് ലഭിച്ചില്ല. ഇന്നത്തെ പോലെ സുലഭമല്ലായിരുന്നു അന്നത്തെ നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ. എന്നാൽ 2000 റിയാലിന് വേണ്ടി 2000 രൂപ സാലറിയിൽ എനിക്കൊരു ജോലി പെട്ടെന്ന് ലഭിച്ചു. അങ്ങനെ ഞാൻ ബോംബെയിലേക്കാണ്, എൻ്റെ പപ്പായുടെ പെങ്ങളുണ്ടായിരുന്നു, ഞാൻ ബോംബെയിലേക്ക് പോയി. എന്നാൽ അവിടെ വലിയൊരു പ്രതികൂലമാണ് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുണ്ടായത്. എൻ്റെ സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ഞാൻ വളരെ വിഷമഘട്ടത്തിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷയുമില്ല. എൻ്റെ പപ്പായും മമ്മിക്കും ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഞാനാണ്. എന്നാൽ ചില സാഹചര്യങ്ങളാൽ എനിക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി ഞാൻ ഇരിക്കുമ്പോൾ ഒരു പെന്തക്കോസ്തിൽ ഒരു സിസ്റ്റർ അതുവഴി പാസ് ചെയ്തു പോയി റെയിൽവേ സ്റ്റേഷനിൽ. മോൾ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു പ്രത്യേക പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് ആന്റിയോട് പറഞ്ഞു. ആന്റി പറഞ്ഞു ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് മോളെ ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ആന്റി എന്നെ ഭവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിടയായി തീർന്നു. അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, എന്നെ അറിയത്തില്ല, ആ ദേവദാസൻ എന്നെ അറിയത്തില്ലെങ്കിലും ഏറ്റവും ബാക്കിയിരിക്കുന്ന എന്നെ തൊട്ടിട്ട് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കണ്ടിരിക്കുവാണ് സിസ്റ്ററെ, ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് അത്ര വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ദൈവം ഓരോ ഘട്ടങ്ങളായി ഓരോ പ്രതിസന്ധി ഘട്ടത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയി ആ സാഹചര്യങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിലും എനിക്കൊരു നല്ല ജോലിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് എൻ്റെ വിവാഹം ഒക്കെ നടക്കുവാൻ ഇടയായി തീർന്നത്. എൻ്റെ ഹസ്ബൻഡ് പേര് ഡെന്നീസ് എന്നാണ്, എൻ്റെ മമ്മിയുടെ പേര് ഗ്രേസി എന്നാണ്. അവർ രണ്ടുപേരും വയനാട്ടിലായിരുന്നു. വളരെ സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി ദൈവം എനിക്ക് നല്ലൊരു കുടുംബജീവിതമൊക്കെ നൽകി തന്നു. അപ്പം എൻ്റെ മമ്മി ഇങ്ങനെ, ഹസ്ബൻഡ് മമ്മി എപ്പോഴും ഇങ്ങനെ മമ്മി പ്രാർത്ഥിക്കുമ്പം പറയും, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യണം. എനിക്കന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, മമ്മി എന്താ അങ്ങനെ പറയുന്നത്, എനിക്കൊരു ജോലി കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വയനാട് നമുക്കെല്ലാം അറിയാമല്ലോ, വളരെയധികം വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ കുറച്ചു നാൾ താമസിച്ചത്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആന, കടുവ, അങ്ങനെയുള്ള പലവിധമായിട്ടുള്ള മൃഗങ്ങളുടെ ശല്യം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി, ആനയുടെ ശല്യം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിക്കാൻ ഇടയായി തീർന്നു. അവിടെയും എൻ്റെ ദൈവം എന്നെ വളരെ ശക്തമായിട്ട് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഒരു ആന ഇറങ്ങി വലിയൊരു പ്രതിസന്ധികളിലൊക്കെ ഞങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ കടന്നു പോയപ്പോഴൊക്കെ അവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് മമ്മിയൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി. കർത്താവ് ഏത് സാഹചര്യത്തിലും പാമ്പുകളെയും തേളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവത്തിന് അധികാരമുണ്ടെന്നുള്ള ആ വചനമൊക്കെ എന്നെ വളരെയധികം പെട്ടെന്ന് പത്തനംതിട്ടക്കാരിയായി എനിക്ക് വയനാട് വന്നപ്പം ഇതൊന്നും കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ ദൈവം എന്നെ അവിടെയും അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം എൻ്റെ മമ്മി പണ്ട് താമസിച്ചത്, എൻ്റെ ഹസ്ബൻഡും മമ്മിയും കൂടെ പണ്ട് താമസിച്ചത് തൃശ്ശൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡ് മമ്മിക്ക് കുറെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടെയാണ് വയനാട്ടിലേക്ക് കയറിയത്. എന്നാൽ ഏകദേശം 35-40 വർഷം മുമ്പ് മമ്മിയോട് ഒരു ദൈവാലോചന പറഞ്ഞു, നിങ്ങളെ തൃശ്ശൂർ വന്ന് കർത്താവിന്റെ നാമത്തെ തിരിച്ചു വന്ന് ഉയർത്തുമെന്ന്. എന്നാൽ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും മമ്മി വയനാടായിരുന്ന ഈ ഒരു പ്രകൃതി ദുരന്തവും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പലവിധമായ ബുദ്ധിമുട്ടുകൾ വന്ന മമ്മി പറഞ്ഞു, നമുക്ക്
തൃശ്ശൂരേക്ക് പെട്ടെന്ന് താമസം മാറ്റാം. സ്വന്തമായിട്ട് സ്ഥലവും വീടും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ആരെയും പരിചയങ്ങളില്ല, ബന്ധങ്ങളില്ല, പണ്ടത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ മമ്മി പറഞ്ഞതല്ലേ എന്നോർത്തിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ഞങ്ങൾ കുടുംബമായിട്ട് തൃശ്ശൂർ കൊറോണയുള്ള ബന്ധത്തിൽ തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴും എനിക്ക് മിനിസ്ട്രി പരമായിട്ടും ഞങ്ങൾ അങ്ങനെയൊന്നും മൂവ് ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് പാസ്റ്ററോ മറ്റുള്ള കാര്യങ്ങളോ ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ രണ്ടുപേരും ഓർഡിനറി വിശ്വാസികളാണ്. കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ചർച്ചിൽ പോവും. അങ്ങനെ അത്രയും മാത്രമേ ഉള്ളൂ. അത്രയും കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യണം. എന്നാൽ മമ്മി എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും ദൈവത്തിന്റെ വിളി എന്റെ മേലുണ്ടെന്ന് പറയും. ഞാനിപ്പം ചോദിച്ചു എങ്ങനെയാണ് ഹസ്ബൻഡ് വിശ്വാസത്തിൽ വന്നതെന്ന് ഞാൻ എൻ്റെ മമ്മിയോടും ഹസ്ബൻഡിനോടും ചോദിക്കുകയുണ്ടായി. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശ്വാസത്തിലേക്ക് ഞാൻ കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. 1 വർഷത്തോളം ഞാൻ ഉറങ്ങിയില്ല. ഉറക്കമില്ലാതെ ആ ഒരു അവസ്ഥയിൽ വന്നപ്പം ഞാൻ എൻ്റെ മമ്മിയും ഞാനും കൂടെ മരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു ഇന്ന് രാത്രിയിൽ 3 ഉറക്കഗുളിക കഴിക്കാം, അതിനുശേഷം എൻ്റെ മോൻ മരിക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാനും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് അവർ രണ്ടും ഇരിക്കുന്ന ഒരു രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡിന് മമ്മി ഒരു 3 ഉറക്കഗുളിക എടുത്ത് കൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ സയൻസ് പരിശോധിക്കുമ്പോൾ ഒരു ഉറക്കഗുളിക കഴിച്ചാൽ തന്നെ ഉറങ്ങാത്ത ആ ഒരാള് ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്തുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് കുറച്ച് വെള്ളം താ മമ്മി. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയും അതിന്റെ ഭീകരത എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ ആ വെള്ളമൊക്കെ മമ്മിയോട് ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം താ മമ്മി എന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ മോനെ ഞാൻ കൊന്നല്ലോ, ഞാനും ഇനിയും ഭൂമി ജീവിച്ചിരിക്കത്തില്ല, രാവിലെ ഇവൻ എഴുന്നേറ്റില്ലെങ്കിലെന്നോർത്ത് മമ്മിയുടെ മടിയിലേക്ക് എൻ്റെ ഹസ്ബൻഡിനെ കിടത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട് രാവിലെ സമയം എൻ്റെ ഹസ്ബൻഡ് യാതൊരു കേടും കൂടാതെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നാൽ വീണ്ടും അവർ തീരുമാനിച്ചു ഇനിയും നമുക്ക് ഇന്ന് മമ്മി നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് മമ്മി എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് മമ്മി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. എന്തിനു പോവാ ആന്റി, എവിടെ പോവാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിടിച്ചു നിർത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ മമ്മി അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് മമ്മി പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. ആന്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആന്റി പോവാതെ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് ആന്റി വരണം, നാളെ രാവിലെ കഴിഞ്ഞിട്ട് ആന്റി വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് വേഗത്തിൽ എൻ്റെ മമ്മീനെയും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഒരു ദേവദാസിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ആ ദേവദാസിനെ എൻ്റെ ഹസ്ബൻഡിനോടും മമ്മിയോടും പറഞ്ഞു, യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും മമ്മിയും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അങ്ങനെ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ തീരുമാനമെടുക്കുകയും അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴും മിനിസ്ട്രി ചെയ്യണമെന്നുള്ള ഒരു സാഹചര്യമോ ചിന്തകളോ ഒന്നും അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. PK ദാസ് മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ദൈവം എനിക്കൊരു ജോലി തരുന്നു, ഒറ്റപ്പാലത്ത്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ള ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി മാനസികമായി തകർന്ന രോഗികളെയൊക്കെ കാണുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഒരു ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇടയായി തീർന്നു. ഒരു രോഗി വളരെയധികം പ്രയാസപ്പെടുന്നു. ആ അനിയത്തി വളരെയധികം പ്രയാസപ്പെടുമ്പോൾ ആ സിസ്റ്ററിന്റെ കയ്യിൽ ഒന്നുമില്ല, കഴിക്കാനും ഒന്നുമില്ല. പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇരിക്കുന്ന 100 രൂപ എടുത്ത് കൊടുക്കണമെന്ന് എന്റെ ഹൃദയത്തിൽ തോന്നി. ഞാൻ ആ 100 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല. അവര് വളരെ സന്തോഷത്തോടെ എന്നോടത് മേടിക്കുകയും കുറച്ച് ഭക്ഷണമൊക്കെ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തു. അന്ന് രാത്രിയിൽ എന്നോട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇതിലും നല്ലൊരു ജോലി തന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്നെ ഹൃദയത്തിനകത്തുണ്ടായി. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണയുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിസ കിട്ടാനോ അല്ലെ പോകാനോ യാതൊരു ചാൻസും ഇല്ല. എന്നാൽ ഏകദേശം 2 വർഷങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പാസ്റ്റർ കയ്യിൽ ഒരു ബയോഡേറ്റ കൊടുത്തിരുന്നു. ആ ബയോഡേറ്റ പ്രകാരം എനിക്ക് പെട്ടെന്ന് തന്നെ അവരെന്നെ വിളിക്കുകയും ആ കൊറോണയുടെ ഇടയ്ക്ക് തന്നെ എനിക്ക് പെട്ടെന്ന് ഗൾഫിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഒക്കെ അങ്ങനെ ബുറൈദ എന്ന സ്ഥലത്തേക്ക് ഞാൻ വേഗത്തിൽ കയറി വരികയും ചെയ്തു. അത് പെട്ടെന്നായിരുന്നു ആ പ്രോസസ്സിങ് നടന്നത്. അപ്പോഴും ഞാൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം ഇങ്ങനെ മിനിസ്ട്രി ചെയ്യണം എന്ന് വിചാരിച്ചില്ല. എങ്കിലും ഞാനൊരു ഓർഡിനറി വിശ്വാസിയായിട്ട് പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് നല്ല പനിയാണ്, മമ്മിക്ക് നല്ല പനിയാണെന്ന്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു സാധാരണ പനി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന സമയത്ത്
വേഗത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പോവാം, മമ്മിക്ക് കൊറോണയാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് ഇനി മമ്മിക്ക് മാത്രമുള്ളല്ലോ കൊറോണ എന്നോർത്ത് ആശ്വസിച്ചപ്പം കുഞ്ഞിന് നല്ല പനിയാ, കുഞ്ഞിന് ന്യൂമോണിയ പോലെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടിയിട്ട് പിന്നെ ഇത് ഭയങ്കര അന്ന് രാത്രി അവൻ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം മോനെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡ് എന്നെ പറഞ്ഞടി എനിക്കും കൊറോണയാന്ന്. 2 കൊറോണയും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ തകരുവാനിടയായി തീർന്നു. കർത്താവ്, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മൂവ് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ലെങ്കിലും അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ഈ ആസാദി ചാനലിൽ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ദൈവം ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ സമയത്ത് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ വിളിച്ചു ചോദിച്ചു എങ്ങനെയെങ്കിലും ഇവരെ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ. 2 കൊറോണ പേഷ്യന്റ് ഇടയിൽ എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാൻ യാതൊരു നിർവാഹവുമില്ല. എൻ്റെ മമ്മിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളാണ്. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, വേറെ ആരും സഹായത്തിനില്ല. പിന്നെ ചർച്ചുകാരുണ്ട്, അവരൊക്കെ സഹായിച്ചാലും എല്ലാവർക്കും ആ സാഹചര്യങ്ങൾ അറിയാമല്ലോ, കൊറോണ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. അമ്മേ സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മേൻ അന്ന് രാത്രി ദൈവസന്നിധി ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവെ നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. കർത്താവ് എൻ്റെ കുഞ്ഞിനും എൻ്റെ ഹസ്ബൻഡിനും മമ്മിക്കും പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ഗാനമാണ്, വിളിച്ചവൻ എന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കും അവൻ. ആ പാട്ടുപാടി ഞാൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് പറഞ്ഞു, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് വിടുതലാണ്. ഞാൻ രാവിലെ നോക്കിയപ്പം യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞ് അവിടെ ഇരിക്കുന്നു. അമ്മേ സ്തോത്രം. തലേ ദിവസത്തെ ക്രിട്ടിക്കൽ സ്റ്റേജുകളൊന്നുമില്ലാതെ അതിനെല്ലാം തരണം ചെയ്ത് 16 ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു കോംപ്ലിക്കേഷനും കൂടാതെ കർത്താവ് വിടുതൽ തരുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ്, വിളിച്ചവൻ എന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കുമവൻ, നിന്നെ വഴിയിൽ അവൻ കൈവെടിയുമോ, നിനക്കാശ്രയവുമില്ലാതാകുമോ. അതെ പ്രിയമുള്ളത്, നമ്മുടെ ദൈവം നമ്മളെ വഴിയിൽ കയറുന്ന ദൈവമല്ല, നമുക്ക് ആശ്രയം ഇല്ലാതിരിക്കത്തില്ല. അമ്മേ സ്തോത്രം. ആ ഗാനം എന്നെ വല്ലാതെ ടച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് അമ്മേ സ്തോത്രം എനിക്ക് ഗ്യാസ്ട്രൈറ്റീസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഹെവി ഗ്യാസ്ട്രൈറ്റീസ് ആയിട്ട് പല ഡോക്ടർമാരും പല മരുന്നുകളും തന്നിട്ടും എനിക്ക് വളരെയധികം പ്രയാസം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മേ സ്തോത്രം ECG എടുക്കണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഒരു ECG എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നെ അവിടെയും വിടുവിച്ചു. അത്ഭുതകരമായ സൗഖ്യം എനിക്ക് എൻ്റെ ദൈവം തരുവാൻ ഇടയായി തീർന്നു. മറ്റുള്ള കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ കർത്താവ് എന്നെ വിടുവിച്ചു. അന്ന് രാത്രിയിൽ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി. എന്നാൽ ദൈവം എന്നെ അവിടെയും വിടുവിച്ചു. അവിടെയും കർത്താവിന്റെ അത്ഭുതകരം കാണുവാനായിട്ട് സഹായിച്ചു. അതിനുശേഷം 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾക്കൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ആശയം, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നൊരു ആശയം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അങ്ങനെ തീരുമാനം എടുക്കുകയും മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കുക, ജാതിമത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞ ചെറിയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് കൊണ്ടുവരണം. എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും ലോകമെമ്പാടുമുള്ള ദൈവമക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആശയത്തോടു കൂടി ഞങ്ങൾ അതിന് ഗോഡ് ഈസ് ലവ് എന്ന് പേരിട്ടു. എന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ 2023 മൂന്നാമത്തെ മാസം തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, ഒരു പരസ്യ യോഗം തൃശ്ശൂർ നടത്തണമെന്ന്. ആ ആഗ്രഹം ഞാനും എൻ്റെ ഹസ്ബൻഡോട് അറിയിച്ചപ്പോൾ ഓക്കെ നീ നാട്ടിൽ വരുന്നതല്ലേ, ആദ്യത്തെ പ്രാവശ്യമാണ് സൗദിയിൽ നിന്ന് ഞാൻ ആദ്യത്തെ ലീവിന് പോയിരുന്നത്. അപ്പോൾ ഓക്കെ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഒത്തിരി സമ്മതിച്ചു, നമുക്ക് നടത്താമെന്ന് പറഞ്ഞു പരസ്യവും. എന്നാൽ എൻ്റെ ദൈവം ഈ കൂട്ടായ്മയിലുള്ള ഒത്തിരി ദൈവമക്കൾ ഈ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്ത് തൃശ്ശൂർ മംഗലം എന്ന സ്ഥലം ഞങ്ങൾക്ക് ഒരു ദേവദാസ മുഖാന്തരം പരിചയപ്പെടുകയും ആ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ 4-5 അമ്പലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾക്ക് 3 ദിവസം കൺവെൻഷൻ നടത്തുവാൻ കർത്താവിന്റെ കൃപയാൽ കർത്താവ് സഹായിച്ചു. ഏകദേശം 3 ലക്ഷം രൂപ വരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ദൈവം കുടുംബമായി സ്തോത്രം മറ്റുള്ള ദേവദാസന്മാർ ദൈവമക്കൾ കോർഡിനേറ്റ് ചെയ്ത് നടത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം എനിക്ക് കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അതിനുശേഷം എനിക്ക് പ്രസംഗിക്കാനോ പാടാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വലിയൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നപ്പം ചിക്കാഗോ പ്രെയർ ലൈൻ എന്ന് പറയുന്ന ഒരു പ്രെയർ ലൈനിൽ ഒരു ദേവദാസനെ പറഞ്ഞൊരു മെസ്സേജ് പറയണമെന്ന് എനിക്കൊരു വേർഡ് പോലും പറയാൻ അത്ര അറിയത്തില്ല. എന്നാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുവാൻ ഇടയായി തീർന്നു. കർത്താവ് ഇന്ന് അനേക സൂം പ്ലാറ്റ്ഫോമിൽ ചെറിയ ചിന്തകളും പാട്ടുകളും ഒക്കെ പറയുവാൻ കർത്താവ് സഹായിച്ചിട്ടു. കർത്താവ് നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എവിടെ ദൈവമക്കൾ ഒരുക്കമുള്ളവരുണ്ടോ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഒരു പ്രാവശ്യം കൂടെ
മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ ദൈവവചനം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നല്ലോ, വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റും. യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് ഞങ്ങൾ ഈ ദേശത്ത് തൃശ്ശൂർ ദേശത്ത് കടന്നു വരുമെന്നോ, ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുമെന്നോ, ഇങ്ങനെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമെന്നോ ഒരിക്കലും ചിന്തകൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാനും കർത്താവ് സഹായിച്ചു. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഇടയായി തീർന്നു. അനേക ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആഗ്രഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതായിരുന്നു. പ്രിയ ആസാദി ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ പോലെയാണ് തുടങ്ങിയത്. ആദ്യം ഞാൻ വളരെയധികം എനിക്ക് ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ സഹായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചർച്ചിന്റെ ഏറ്റവും ബാക്കി ഇരുന്നിട്ട് വിചാരിച്ചു, ദൈവം എനിക്ക് തന്നത് ചെറിയൊരു പാടാനുള്ള ഒരു കഴിവാണ്, അങ്ങനെയെങ്കിൽ ഒരു കവിത പാടി ഇടാമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു കവിതയോടുകൂടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുവാനിടയായിരുന്നത്. ആ കവിത ഇങ്ങനെയാണ്: അമ്മ തൻ ഉദരത്തിൽ ഉരുവാകും മുന്നമേ നീ എന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചു, അമ്മ തൻ നേത്രങ്ങൾ കണ്ടിടും മുൻപേ നിന്നുടെ നേത്രം എന്നെ കണ്ടുവല്ലോ. എന്തൊരതുല്യം സ്നേഹമീ ഭൂവിൽ എനിക്കായി തന്ന യേശുനാഥനെ, ക്രൂശിന്റെ നിഴലിൽ എന്നെ മറയ്ക്കുന്ന നിൻ ദിവ്യ സ്നേഹം എന്താശ്ചര്യമേ. പ്രിയ ക്രൂശിലെ സ്നേഹം എത്ര വലുതാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും സ്തോത്രം, പലരും നിന്ദിച്ച് തള്ളി മാറ്റി നിർത്തിയ സാഹചര്യങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെയും എന്നെയും കർത്താവ് ഇത്രത്തോളം ഉയർത്തുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ള ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അനേക പ്രിയപ്പെട്ടവരോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയിക്കുവാൻ, തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ വിടുവിച്ചെടുക്കുവാൻ ഈ എളിയവരായ നമ്മളെയും കർത്താവ് സഹായിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആസാദി ചാനലിലുള്ള പ്രിയപ്പെട്ടവരോട്, ഈ കൂട്ടായ്മയിലുള്ള ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും പറയുന്നത്, ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങൾ ആ കൺവെൻഷൻ നടത്തിയ സമയത്ത് ഒരു സിസ്റ്റർ പ്രകാരം ഓടി വന്ന് പറഞ്ഞു, എന്നെ ആരും സ്നേഹിക്കാനില്ല, ഞാൻ യേശുവിന്റെ സ്നേഹം എന്താണെന്ന് ഇന്ന് അറിയുന്നതെന്ന്. യേശുവിന്റെ സ്നേഹം അറിയാത്ത അല്ലെങ്കിൽ ആരും സ്നേഹിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് പറ്റും പോലെ അവരെ കൈത്താങ്ങൽ കൊടുക്കുക, അവരോട് ക്രിസ്തുവിന്റെ സ്നേഹം അറിയിക്കുക, അതോടൊപ്പം തന്നെ അവരെ കഷ്ടങ്ങളിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ഘട്ടങ്ങളായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പലവിധമായ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും, ഈ കൂട്ടായ്മയിൽ പലവിധമായ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴും അവിടെയും പിടിച്ചു നിൽക്കുവാൻ, ജോലി കഴിഞ്ഞിട്ടുള്ള സമയം എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാമല്ലോ. സൗദിയിലെ തിരക്കുള്ള ജോലികൾ കഴിയുമ്പോൾ ചിലപ്പോൾ ടയേർഡ് ആവും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും. എങ്കിലും സ്തോത്രം, കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ ദൈവം താങ്ങി നടത്തുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അതുപോലെ കോർഡിനേറ്റ് ചെയ്ത് നിന്നുകൊണ്ട്, മമ്മിയാണെങ്കിലും എന്നോടൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് കുടുംബമായി, അതിനകത്ത് വേറൊരു അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കുടുംബമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യത ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി സ്തോത്രം, നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടായെങ്കിൽ തന്നെ നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലുത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഇത്രയുള്ള അനുഗ്രഹമായിട്ട് പോകുന്നത്. നമ്മൾ കുടുംബത്തെ പ്രാധാന്യതയോടെ കാണുകയും നമ്മൾ ആ ഒരു ലെവലിൽ രണ്ടുപേരും ഐക്യതപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ ബലഹീനരെന്ന് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കർത്താവ് ഇത്രത്തോളം ഉയർത്താമെങ്കിൽ ഒരു കൺവെൻഷൻ കോർഡിനേറ്ററായി, പിന്നെ അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോം ഒക്കെ ലീഡ് ചെയ്യുവാൻ, അതുപോലെ തന്നെ ഈ ഫ്ലെക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ എല്ലാം എൻ്റെ ഹസ്ബൻഡ് ദൈവം അതിനുള്ള ഒരു വലിയ നോളജ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല മാനുഷികമായ നിലയിൽ. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു പദ്ധതി പ്രകാരം ദൈവം ഓരോ കാര്യങ്ങളും ചെയ്ത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചു. തീർച്ചയായിട്ടും സ്തോത്രം, ആ ദൈവം നമ്മളെ നടത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ രോഗത്തിന് അടിമയാണെങ്കിൽ, 2024 സ്തോത്രം, ഞാൻ വളരെയധികം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അബ്ഡോമിനൽ പെയിൻ വന്നു. ആ അബ്ഡോമിനൽ പെയിൻ വന്നിട്ട്
സ്വന്തം ഞാനൊരു സാധാരണ രീതിയിലുള്ള രോഗമാണെന്ന് വിചാരിച്ചു. അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വേദന വളരെ ശക്തമായി കൂടുകയും അത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഈ സിസ്റ്ററുടെ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തു. അതിനുശേഷം എന്നെ ഓവറി ഒരു സിസ്റ്റ് ആണ്, അത് ഒത്തിരി കൂടിപ്പോയി സിസ്റ്റർ എന്ന് പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകണം സർജറിക്ക് എന്ന് പറഞ്ഞു. എന്റെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. എന്റെ ദൈവം കൈവിടത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തരികയുണ്ടായി. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഹസ്ബൻഡിനെ പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ദൈവം നിന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. പല ദൈവദാസന്മാരും പല ദൈവമക്കളും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു യൂറിനൊക്കെ എന്റെ റെഡ് കളറാണ് പോകുന്നത്. അങ്ങനെ എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി, അപ്പം തന്നെ ബിസിനസ് ഫ്ലൈറ്റ് കയറ്റി നാട്ടിലേക്ക് വിട്ട് ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ നേരെ എന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. അവർ പറഞ്ഞു ഒത്തിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എടുക്കുവാനിടയായിരുന്നു. അങ്ങനെ ഓവറി മുഴുവനായിട്ട് അത് റിമൂവ് ചെയ്ത് കളയണം, ഈ സിസ്റ്റർക്ക് ഒത്തിരി സീരിയസ് ആണെന്ന് പറയുകയുണ്ടായി. എന്നാൽ എന്റെ ദൈവം അവിടെ എന്നെ കൈവിട്ടില്ല. സർജറി എല്ലാം അനുഗ്രഹത്തോടെ നടന്നു. ഞാൻ ICU-ലായിരുന്നപ്പോൾ എന്റെ പൾസ് റേറ്റ് കുറയുന്നില്ല. 138, 135 അങ്ങനെയൊക്കെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് പൾസ് റേറ്റ്. അങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ ഞാൻ ICU കിടന്നു. അതിനുശേഷം എന്റെ ദൈവം എനിക്ക് ഓരോ റിക്കവറി തരാൻ തുടങ്ങി. ആ മരണകരമായ വലിയൊരു വിഷയത്തിനകത്തു നിന്നും ദൈവം എന്നെ ജീവനോടെ പരിപാലിച്ച കാര്യം വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തനായതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ സാക്ഷിയാണോ എന്ന് ദൈവം കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ആ ജീവൻ തിരിച്ചു കിട്ടുവാനിടയായി തീർന്നത്. ഞാൻ 2-3 മെഡിസിൻ ഒരുമിച്ച് എടുത്ത് കഴിച്ചിട്ട് അന്ന് രാത്രിയിൽ പൾസ് റേറ്റ് ഒരുപാട് കൂടുകയും ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നാൽ എന്റെ ശരീരം മുഴുവൻ സ്വെറ്റിംഗ് ആവുകയും വീണ്ടും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥകളൊക്കെ വന്നെങ്കിലും ആ മരണകരമായ ആപത്തുകളിൽ നിന്നും ഒക്കെ എന്റെ ദൈവം എന്നെ വിടുവിച്ചു. എന്റെ ദൈവം ഇന്ന് ജീവനോടെ നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നമ്മള് റോബിൻ ശർമ്മ എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കഥ കേൾക്കുവാനിടയായി തീർന്നു. ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു കപ്പലിൽ 2 പേർ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയൊരു അപകടം ഉണ്ടാകുകയും ആ തോണി മുങ്ങിപ്പോവുകയും ഒരുപാട് പേർ നശിക്കുകയും ചെയ്തപ്പോൾ അതിൽ 2 പേർ മാത്രം ശേഷിച്ചു. ഒരു ദ്വീപിലെത്തുവാനിടയായി തീർന്നു. അവര് ഇടത്തും വലത്തും നിന്ന് തെക്കും വടക്കും നിന്ന് 2 ദ്വീപിനെ 2ആയി തിരിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവര് പ്രാർത്ഥിച്ചു, കർത്താവേ വസ്ത്രം തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ തെക്കുവശത്തുള്ള ആൾക്ക് വസ്ത്രം കിട്ടി. അപ്പോൾ അവര് വടക്കുവശത്തുള്ള ആൾക്ക് ഒന്നും കിട്ടുന്നില്ല. അതിനുശേഷം ഒരു തോണിക്കായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തെക്കുവശത്തുള്ളവർക്ക് തോണി കിട്ടി. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരു അശരീരി ആകാശത്ത് ഇപ്രകാരം ചോദിച്ചു, എന്താണ് സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ വടക്കുവശത്തുള്ള ആളെ കൂട്ടാത്തതെന്ന്. എന്നാൽ ആ വടക്കുവശത്തുള്ള തെക്കുവശത്തുള്ള ആള് പറഞ്ഞത് അവൻ ശപിക്കപ്പെട്ടതാണ്, അവന്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല സുഹൃത്തെ, ആ വടക്കുവശത്തുള്ള ആള് പ്രാർത്ഥിച്ചത് തെക്കുവശത്തുള്ള എന്റെ സുഹൃത്തിന്റെ പ്രാർത്ഥന എല്ലാം കേൾക്കണമേ ദൈവമേ എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അത് ചെറിയ കാര്യമല്ല. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്കും സ്നേഹിതന്മാരുടെ സ്ഥിതിക്കും ഒരുപോലെ ഭേദം വന്നു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെറിയ ആളുകൾ പോലും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യത ഉള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് പല കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും. ഞാൻ ഹോസ്പിറ്റൽ കടകളിലൊക്കെ കിടന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് പ്രൂഫ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. എല്ലാ സാധ്യതകളും അസ്തമിച്ചപ്പോൾ എന്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം എന്റെ മമ്മിക്കും എന്റെ കുഞ്ഞിനും ഒരുപോലെ പനി പിടിച്ചിട്ട് ടൈഫോയിഡ് ആണെന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്യുവാനിടയായി തീർന്നു. പെട്ടെന്ന് എന്റെ ഹോസ്പിറ്റലിലേക്ക് എന്റെ മമ്മീനെയും കുഞ്ഞിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അന്ന് രാത്രിയിൽ ഒത്തിരി ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, വേറൊരു ലാബില് റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലും എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നെക്സ്റ്റ് റിപ്പോർട്ട് വരുമ്പോൾ നെഗറ്റീവ് ആകണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം അത്ഭുതകരമായിട്ട് അതിനെ നെഗറ്റീവ് ആക്കി. പ്രിയമുള്ളവർ, നമ്മുടെ ദൈവത്തിന് ഏത് സാഹചര്യങ്ങളെയും മാറ്റുവാനുള്ള കഴിവുള്ള ദൈവമാണ്. ഏത് സാഹചര്യം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് രോഗമായിക്കൊള്ളട്ടെ, ഡോക്ടർമാർ നിങ്ങളെ തള്ളിക്കളഞ്ഞതായിരിക്കും, ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞായിരിക്കും, അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഏത് സാഹചര്യങ്ങളിലും ഏതെങ്കിലും മാനസിക പ്രതിസന്ധികളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും, ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. ഞാനും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ദിവസം വിചാരിച്ചു, കർത്താവ്, ഇനി ഭൂമി ജീവിക്കേണ്ട, ഇനി സാഹചര്യങ്ങളെല്ലാം നശിച്ചു, ഇനി എനിക്കൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ
കൈവിടത്തില്ല. ഇന്നും നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് ജീവനുള്ള സാക്ഷിയായിട്ട് നിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ആരുടെ മുമ്പിൽ ദൈവം ലജ്ജിപ്പിച്ച് കളയത്തില്ല. ഇന്ന് നിങ്ങൾ പലപ്പോഴും ബലഹീനരാണ്, ഞാൻ മറ്റുള്ള മുമ്പിൽ ലജ്ജിതയാണ്, ഇനി ഒരിക്കലും ഞാൻ ഉയർന്നു വരത്തില്ല, അല്ലെങ്കിൽ എനിക്കിനി ഒരു മുന്നേറ്റമില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ശ്രോതാക്കൾ ഈ ഒരു അസാധിച്ചാൻ്റെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അബ്രഹാമിന് വേണ്ടി അത്ഭുതം ചെയ്ത പോലെ, ഏലിയാവിനെ പോലെ ഒരു ചൂരച്ചെടിയുടെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർമ്മേലിന്റെ മുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസന്നിധി വിശ്വസ്തരായിട്ട് നിൽക്കുക. ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു സ്ഥലത്തും എന്ത് പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞാലും എനിക്ക് ഒത്തിരി പാടാൻ കഴിവുണ്ടായിട്ടല്ല, ഒത്തിരി പ്രസംഗിക്കാൻ കഴിവുണ്ടായിട്ട് ഒന്നുമല്ല, ഒത്തിരി വചനപരിജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. എപ്പം ഏത് മീറ്റിങ്ങിന്, അല്ലെങ്കിൽ ചെറിയ മീറ്റിങ്ങിനും വലിയ മീറ്റിങ്ങിനും വിളിച്ചാൽ ഒരുപാട് പ്രാധാന്യതയോടെ ചെല്ലുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഒരു മടിയും അതിനകത്ത് വിചാരിക്കാറില്ല. എല്ലാ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങളും എന്നെ വിളിച്ചാലും അതിനൊരു പ്രാധാന്യത കൊടുക്കുവാൻ, എത്ര ഉടക്കളച്ചിട്ടാണെങ്കിലും അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലുക എന്നുള്ളത് എനിക്ക് വലിയൊരു നിർബന്ധവും ദൈവത്തിന് മുമ്പിൽ ഒരു കമ്മിറ്റ്മെന്റുമാണ്. അത് കർത്താവിന്റെ കൃപയാൽ ഇതുവരെയും ചെയ്തു പോന്നു. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏൽപ്പിക്കും. ദൈവത്തിന്റെ മുമ്പിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം അസാധ്യമെന്ന് തോന്നിയാലും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മമ്മിയും ഒന്നും ഈ ഭൂമി ജീവനോട് ഇരിക്കേണ്ടവരല്ല. സാഹചര്യങ്ങളാൽ ഞങ്ങൾ എല്ലാവരും തകർന്നു പോയെന്ന് ലോകം വിധി എഴുതിയവരാണ്. ഒരിക്കലും മുന്നോട്ട് വരത്തില്ലെന്ന് സമൂഹം വിധി എഴുതിയതാണ്. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ ദൈവം ജീവനോടെ പരിപാലിച്ചു. ഒരിക്കൽ എൻ്റെ അനിയത്തി നഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളൊന്ന് ബൈക്കിൽ വീഴുവാനിടയായി തീർന്നു. അത് വലിയൊരു വീഴ്ചയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, അവളെ ആരും സഹായിക്കാനില്ല, ഒരുപാട് പ്രതിസന്ധികൾ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞു, ഏതെങ്കിലും ഓർത്തോ ഡോക്ടറെ കൊണ്ട് കാണിക്കണം, എന്തെങ്കിലും സർജറി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂർ ഓസ്ഫോർഡ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി ഇടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞു ഒരു സർജറിയുടെ ആവശ്യം വരും, പെട്ടെന്നൊന്നും ഇവൾ എഴുന്നേക്കത്തില്ല എന്ന് വിധി എഴുതി. എന്നാൽ ഞാൻ അവളെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, മോളെ, ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല, കർത്താവ് നിന്നെ ഇന്ന് രാത്രി തൊടുവെന്ന് പറഞ്ഞു. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ വെളുപ്പിനെ 4 മണിയായപ്പോൾ ആരോ അവളെ തൊട്ടതുപോലെ അവൾക്ക് ഫീലിംഗ് ചെയ്തു. ആമേൻ സ്തോത്രം. അന്ന് രാവിലെ തന്നെ ദൈവം ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം അവളെ നടത്തി എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ കരസ്പർശനം നേരിട്ട് അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങി വന്നു വരെ നമ്മുടെ വിഷയത്തിനകത്ത് സർജറി വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടി ഈ കൂട്ടായ്മയിൽ ഈ മീറ്റിംഗ് കേൾക്കുമ്പോൾ ഈ അസാധി ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സർജറി പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. ഏതെങ്കിലും മാരക രോഗത്തിൽപ്പെട്ട് നിങ്ങൾ ഈ ഭൂമി നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് ഇപ്പം വേദനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. തീർച്ചയായിട്ടും യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. യേശു നിങ്ങൾക്ക് വേണ്ടി വിടുവിക്കും. യേശു നിങ്ങളുടെ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആര് സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ നടത്തി ഓരോ നിമിഷവും ദൈവം നമ്മളെ നടത്തുവാൻ കർത്താവ് സഹായിക്കും. ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പേർക്ക് സമാധാനമില്ലാത്തവരെ കാണുവാനും പരിചയപ്പെടാനും ഒക്കെ കർത്താവ് സഹായിച്ചു. എല്ലാം ഉണ്ട്, സാമ്പത്തികമായിട്ട് ഒത്തിരി നന്മകൾ ഉണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് സമാധാനമില്ലാത്ത ഒത്തിരി പ്രിയപ്പെട്ടവരെ എൻ്റെ മുമ്പിൽ കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, കർത്താവ്, പലപ്പോഴും എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് ഈ സമാധാനം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവവചനം നമുക്ക് ജീവനുള്ള വചനമാണ്. ആ വചനം ഒരു ദിവസം വായിച്ചപ്പോൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ആമേൻ. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഗാനം, പണ്ട് ഞാൻ BBS പഠിച്ച ഒരു ഗാനമാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുമ്പോൾ വളരെയധികം ഒരു ആത്മീക സന്തോഷം എനിക്ക് കിട്ടും. ആ ഗാനം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ദൈവം സമാധാനമില്ലാത്ത ഏത് പ്രിയപ്പെട്ടവരാണെങ്കിലും ദൈവം സമാധാനം തരുവാൻ ഗാനങ്ങളിലൂടെ ഒത്തിരി പ്രാവശ്യം കർത്താവ് എന്നോട് ഇടപെട്ടിട്ടുണ്ട്. വെറുതെ അല്ല നമ്മൾ ഏതെങ്കിലും ഒരു ഗാനം കേൾക്കുന്നത്. പലപ്പോഴും പല ഗാനങ്ങളും കേട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. എന്നാൽ പല ഗാനങ്ങളും വളരെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനേക പ്രിയപ്പെട്ടവർ എഴുതിയ ഗാനങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്ന ഗാനത്തിന്റെ 1-2 വഴി ഞാൻ പാടാം. സന്തോഷം സന്തോഷം ആത്മാവിലെപ്പോഴും സന്തോഷം, ആനന്ദം ആനന്ദം ആത്മാവിലെപ്പോഴും ആനന്ദം, യേശുനാഥനെ കിടുന്ന സന്തോഷം,
ഭൂവിലാരുമേകിടാത്തൊരാനന്ദം, ആനന്ദം, ആനന്ദം, സന്തോഷം, സന്തോഷം, ആത്മാവിലെപ്പോഴും സന്തോഷം, ആനന്ദം, ആനന്ദം, ആത്മാവിലെപ്പോഴും ആനന്ദം. അതെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന സന്തോഷം പോലെ ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റത്തില്ല. മനുഷ്യൻ നമുക്ക് സന്തോഷം തരുന്നതിന് തീർച്ചയായിട്ടും ഒരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം നമുക്ക് ആർക്കും സന്തോഷം തരാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് സമയത്തും നമ്മൾ ദൈവവചനം വായിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യും. ഒരു ദിവസം എന്റെ ഡ്യൂട്ടി സമയത്ത് സ്തോത്രം, ഞാനൊരു ഡിപ്തീരിയ എന്ന് വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു പേഷ്യന്റ് നോക്കുവാനിടയായി തീർന്നു. എല്ലാ പ്രിയപ്പെട്ടവരും എന്നോട് പറഞ്ഞു, നീ പേടിക്കണം, കാര്യം രാത്രി നീ ആ പേഷ്യന്റിനെ നോക്കിയത് കൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് ആ രോഗം വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ അധികം സങ്കീർത്തനങ്ങളൊന്നും ഒത്തിരി വായിച്ചില്ലെങ്കിലും 91 സങ്കീർത്തനം എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഉരുവിടുന്ന ഒരു സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മായിട്ട് കൽപ്പിക്കും. അന്ന് രാവിലെ ഞാൻ ആ വചനം വായിച്ചിട്ടാണ് ഞാൻ രോഗിനെ കാണാൻ പോയത്. എല്ലാവരും വിചാരിച്ച് എനിക്ക് ആ ഡിപ്തീരിയ രോഗം വന്നു. ആ കൊറോണ സമയത്തും ഈ വചനം എന്നെ ഞാനത് വായും കൊണ്ട് പറയുകയും, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നേക്കുന്ന വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനല്ല. നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ, നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരാണോ അല്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെട്ടവരാണോ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് ആ വചനം തന്നിട്ടുണ്ട്. ജീവനുള്ള വചനമാണ്. അത് ഏത് സാഹചര്യത്തിലും ഏത് രാജ്യത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചെല്ലുവാനുള്ള കഴിവുണ്ട്. ഞാൻ വളരെയധികം ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ പേഷ്യന്റിനെ നോക്കി. കൊറോണ ആദ്യത്തെ സമയത്ത് ഞങ്ങളായിരുന്നു സ്റ്റാഫുകൾ. പലരും വിചാരിച്ച്, ഞാനും വിചാരിച്ചു ഈ കൊറോണ വരുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ വചനം പറഞ്ഞുകൊണ്ട് പല പേഷ്യന്റിനെ നോക്കി. കർത്താവിന്റെ കൃപയാൽ ചുറ്റോട് ചുറ്റും കൊറോണ പേഷ്യന്റ് നിന്നിട്ടും കർത്താവിന്റെ കൃപയാൽ ഒരു കൊറോണ വൈറസും നമ്മുടെ ശരീരത്തിൽ കയറുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ജനത്തിന്റെ കഷ്ടത കാണുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ നേഴ്സുമാർക്ക് പറ്റത്തില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക, ജനത്തെ സ്നേഹിക്കുക എന്നുള്ളത് എല്ലാ നേഴ്സുമാരും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, അവര് ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് മാറാൻ താല്പര്യപ്പെടത്തില്ല. എന്നാൽ അവിടെയും കർത്താവിന്റെ വചനവും ദൈവസാന്നിധ്യവുമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ നിന്നും കരകയറ്റുവാൻ, ഏത് വൈറസിനെ നേരിടുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയും കഴിയത്തില്ലെങ്കിലും ദൈവത്തിന് കഴിയുമെന്ന് ഒരു പ്രാവശ്യം കൂടെ ആ വചനത്തിലൂടെ ഉറയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾ തീർച്ചയായിട്ടും ദൈവവചനം വായിക്കാത്തവരാണെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നും വായിക്കുക. തീർച്ചയായിട്ടും ആ വചനം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണമേ എന്ന് ഞാൻ താഴ്മയായിട്ട് പറയുകയാണ്. ഒരു വചനം 10 പ്രാവശ്യമോ 20 പ്രാവശ്യമോ 100 പ്രാവശ്യമോ പറഞ്ഞാലും ആ വചനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും 100% അത് ക്രിയ ചെയ്യും. അത് ക്രിയ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വളരെ വേഗത്തിൽ കാണുവാൻ ഇടയായിത്തീരും. ഏത് സാഹചര്യത്തെ നേരിടുള്ള ദൈവവചനം നമ്മുടെ ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും ദൈവവചനത്തെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. അവരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ പ്രസംഗത്തിനൊക്കെ നമ്മൾ പ്രാധാന്യത കൊടുക്കണം. പലപ്പോഴും ഞാൻ യൂട്യൂബ് സ്കോൾ ഇത് ചെയ്തു പോകുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജുകൾ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളായിരുന്നു. ചില സമയത്ത് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി യൂട്യൂബിന്റെ ചാനലുകൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. എന്നാൽ ഞാനിപ്പം ശ്രദ്ധയോടെ ഏത് വചനം കിട്ടിയാലും ഞാനൊന്ന് കേൾക്കും. കാര്യം ഇതിനകത്തു നിന്നാണ് ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതെന്നും ഏതാണ് എൻ്റെ ജീവിതത്തിൽ പ്രയോജനമുള്ളതെന്നൊക്കെ ചിലപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്ന ഒറ്റ വാക്കിലൂടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവദാസന്മാർ, ദൈവമക്കൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ആ സാക്ഷ്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് കേൾക്കണം. പലരും പല രീതിയിൽ ആദ്യം ആരംഭം മാത്രം കേട്ടിട്ട് അത് വിടും. പക്ഷെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ചിലപ്പം നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഒരവസരവും പാഴാക്കരുത്. നമുക്കൊരു സാഹചര്യത്തിൽ ഒരു പാടാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സാക്ഷ്യം പറയാനോ ഒരു അവസരം തന്നാൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. കർത്താവ് നമുക്ക് തന്ന ഏത് അവസരങ്ങളും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരുപോലെ കണ്ട് പ്രാധാന്യതയോടെ കണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കർത്താവിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് അനുഭവിക്കും. ആര് കൈവിട്ടാലും ദൈവം നമ്മളെ കൈവിടാതെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈകീഴി താണിരിപ്പിൻ എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ഒരു വലിയ ആഗ്രഹവും ഹസ്ബൻഡ് ഒരു വിഷനുമായിരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. അത് തന്നെ കർത്താവ് നമുക്ക് നൽകിയത്. എന്നാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ആരും ബന്ധുക്കളെ സ്വന്തക്കൾ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ സ്നേഹിക്കുവാൻ അവർ നമുക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കുവാൻ. അനേക പ്രാർത്ഥനകൾ പലരും മറ്റു പലരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കത്തില്ല. ഞാൻ പറയുന്ന ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മളത് ശ്രദ്ധയോടെ കേൾക്കുകയും അവിടെ പ്രാർത്ഥനകൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഒരു പക്ഷെങ്കിൽ ആ കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ടായിരിക്കാം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിടുവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒരു പ്രാധാന്യത ദൈവത്തിന്റെ കാര്യത്തിന് എല്ലാം വഹിക്കണം. ദൈവത്തിന്റെ കാര്യം ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കണം, മടിയുള്ളവരായിരിക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ശ്രോതാക്കളോട്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജാതി മത ഭേദമന്യേ ഈ ഒരു സന്ദേശം കേൾക്കുന്ന, എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനെ, നമുക്ക് ജോലി തിരക്കുണ്ടാവും, നമുക്ക് ഒത്തിരി ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാവും, പ്രതികൂലം ഉണ്ടാവും. എന്നാൽ കർത്താവിന്റെ കാര്യം, നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് വിശ്വസ്തമായി നമ്മൾ ചെയ്യാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കണം. അവിടെയാണ് കർത്താവ് നമ്മളെ നോക്കുന്നത്. നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന പലരെയും എനിക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മുടെ സാഹചര്യം മോശമാണെങ്കിലും, ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി നഷ്ടമുണ്ടെങ്കിലും കർത്താവിന്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി ചെയ്യണം. ആ കൺവെൻഷനൊക്കെ നടത്തിയ സമയത്ത് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രതികൂലങ്ങളും ഒക്കെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഒത്തിരി ഉത്തേജനം നൽകുന്ന ഒരു വാക്ക്. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഈ കർത്താവിന്റെ കാര്യം ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യണം, ആ ദേശത്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. എൻ്റെ കൂട്ടായ്മയുടെ പേര് കോഡീസ്ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് എന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ 2023 മുതൽ പ്രതികൂല ഘട്ടങ്ങളൊക്കെ വന്നു, രോഗം വന്നു, പ്രതികൂലം വന്നു, ഒരാഴ്ച പോലും മുടങ്ങാതെ 95ഓളം മീറ്റിങ്ങുകൾ ഇന്നും നടത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചു. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുവാനായിട്ട് കഴിയും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി കാരണമായി തീരുവാൻ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ കൂട്ടായ്മ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അതുപോലെ തന്നെ ആസാദി ചാനലിലുള്ള പ്രിയ ദേവദാസൻ പാസ്റ്റർ, ഫിന്നി പാസ്റ്റർ, അതുപോലെ തന്നെ സാൻഡി സിസ്റ്റർ, അവരുടെ എല്ലാം പ്രാർത്ഥന സഹകരണം എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവം എല്ലാവരും നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ പ്രിയ ദേവദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സാക്ഷ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തരുന്ന പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലൂടെ തുറന്നുമായി നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശീർവാദവും അനുഗ്രഹമായി, അനേക ലോകമെമ്പാടും ചെന്ന് കഷ്ടങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ ദേവദാസനോടും അതുപോലെ തന്നെ പ്രിയ സിസ്റ്ററോടും വളരെ സ്നേഹത്തോടുകൂടി സ്നേഹവും അറിയിച്ചുകൊണ്ട്, തുടർന്ന് മാനോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. അപ്പം ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കർത്താവ് ഉപയോഗിപ്പാൻ റെഡിയായി തീരട്ടെ. നടത്തുന്ന ഓൺലൈൻ പ്രയറൊക്കെ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ ദൈവമേ, ആസാദി കർത്താവെ ചാനലിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ ദേവദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ, അതുപോലെ തന്നെ സിസ്റ്റർ സാൻഡി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബമായ ദൈവം ആദരിക്കണം. അവിടെയുള്ള മുംബൈയിലുള്ള ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രേക്ഷകരെ എല്ലാവരെയും കർത്താവെ, ആസാദി ചാനലിൽ ലോകമെമ്പാടുമുള്ള കർത്താവെ ജാതി മത ഭേദമന്യേ എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് കർത്താവെ ദൈവമേ ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ ദൈവിക വിടുതലുകൾ അവിടെ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ, അവരേതെല്ലാം വിഷയത്തിനകത്ത് മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്നു, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ, ഇപ്പോൾ തന്നെ ആണിപ്പഴുത്തുള്ള ദൈവത്തിന്റെ കരം തൊട്ട് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുക്കണമേ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. 2025 ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ കർത്താവെ ദൈവമേ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സഹോദരിമാർക്ക് കർത്താവെ ദൈവം, സഹോദരന്മാർക്ക് കർത്താവെ ആരുമില്ല എന്നുള്ള ചിന്തയിൽ ഭാരത്തോടെ നിരാശയോടെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏതൊരു സഹോദരന്മാർ കർത്താവെ, ഈ ഒരു കർത്താവ് ഏതെങ്കിലും പ്രേക്ഷകർ ഞങ്ങളുടെ ഈ കർത്താവ് ചാനലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവനും ചൈതന്യവും ഉളവുന്ന കർത്താവ് ദൈവത്തിന്റെ വചനം അയച്ച് അവർക്ക് ദൈവ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വലിയ വിടുതലുകളും നൽകി ദൈവം അവിടുന്ന് ആദരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷവും സമാധാനം നൽകണമേ. സകല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ ഭാരത്തോടെ കർത്താവെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാം കർത്താവ് ആശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും
ശക്തി അവിടുന്ന് വെളിപ്പെടുത്തി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അനേക പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും പ്രതികൂല ഘട്ടത്തിൽ നിന്നും അനേക രോഗങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെ കുടുംബമായി വിടുവിച്ച ദൈവത്തിന്റെ മഹാസാന്നിധ്യം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രേക്ഷകരിലേക്ക് ദൈവസാന്നിധ്യം ചെന്ന് അവർക്ക് വേണ്ട സന്തോഷവും സമാധാനവും നന്മയും നൽകി നീ അവരെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ചാനലിനെ ദൈവം വളർത്തി കർത്താവ് ലോകമെമ്പാടുമുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇതിലൂടെ അനേകരെ കർത്താവിനെ അറിയുവാൻ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവാൻ ദൈവവചനം വായിക്കുന്നതിലും കർത്താവ് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അറിയുന്നതിലും കർത്താവ് മറ്റുള്ളവരോട് കർത്താവിന്റെ സ്നേഹം അറിയിക്കുന്നതിലും കർത്താവ് ഉത്സാഹമുള്ളവരായിരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൻ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്റർ മേൽ തൻ്റെ കുടുംബത്തിൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം ധാരാളമായിട്ട് ഇനിയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെയും കർത്താവ് ശക്തമായിട്ട് കുടുംബമായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ വേല പിന്നെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ കുടുംബമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you all. Thank you for watching. God bless you all. Have a wonderful day.